ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് എന്ത് കാര്യങ്ങളായാലും താഴെ കമൻറ്റ് സെക്ഷനിൽ കൊണ്ട് മെൻഷൻ ചെയ്യാനും ഈ വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ടൈം ഫാമിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ടൈം ഫാമിന് എത്ര പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടും, ഒരു ടോക്കൺ എത്ര വാല്യൂ ആണ് ഉള്ളത്, അതോടൊപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ടോൺ കിട്ടാൻ പറ്റുന്ന ഒരു ബോട്ടിനെ പറ്റിയിട്ട് ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരുപാട് നിങ്ങൾ കഷ്ടപ്പെടുന്നൊന്നുമില്ല. അതിൽ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യവും അതേപോലെ തന്നെ ബെനിഫിറ്റ്സ് കിട്ടാൻ പറ്റുന്ന കാര്യമുള്ള ബോട്ടാണ്. അല്ലാതെ നമ്മൾ വെറുതെ ആളെ റെഫറിന് കയറ്റി അവൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമല്ല നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ള് കണ്ടാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ടൈം ഫാമിൻ്റെ കാര്യത്തിൽ കുറേ ഒരു ഡീറ്റെയിൽ കുറേ പേർക്ക് കുറേ ഡൗട്ടുകളൊക്കെ ഉണ്ട്. ആ ഡൗട്ടുകൾ നമ്മൾ ക്ലിയർ ചെയ്തിട്ടായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നേരെ എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കയറാത്ത ആൾക്കാരാണെങ്കിൽ എന്തായാലും ടെലിഗ്രാം ചാനലിൽ കയറണം. ഞാൻ അവിടെ കുറച്ച് നല്ല കോഡ്സ് ഒക്കെ ദിവസം ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ കാണുമ്പോൾ എന്താണ് വളരെയധികം സന്തോഷം ഉണ്ടാവും. അപ്പോൾ ഇന്നിട്ട് എന്താണെന്ന് പറഞ്ഞാൽ, മരിക്കുമെന്ന് അറിഞ്ഞിട്ടും ജീവിക്കുന്നില്ലേ, പിന്നെ തോറ്റു പോകുമോ എന്ന് പേടി എന്തിന്. അപ്പോൾ ഇങ്ങനെയുള്ള ഡെയിലി കുറച്ച് നമ്മുടെ കുറച്ച് കഴപ്പുകളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും അതിൽ കാണുക. അതേപോലെ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ടൈം ഫാമിൻ്റെ അപ്ഡേറ്റിക്ക് തന്നെ പോവാം. അപ്പോൾ ടൈം ഫാമിൻ്റെ ന്യൂസ് എന്താണ് റീസെൻ്റ്ലി വന്ന അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ, അവർ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ്റെ റോഡ് മാപ്പ് എടുത്തു നോക്കിയെന്ന് പറഞ്ഞാൽ ക്വാർട്ടർലി 1 ഓഫ് തന്നെയാണ്, ഇല്ലെങ്കിൽ ഒരു ജാനുവരി കഴിഞ്ഞിട്ടായിരിക്കും അവർ ലിസ്റ്റ് ചെയ്യാൻ പോകാമെന്ന് നമുക്ക് ആൾറെഡി അറിയുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഡിസപ്പോയിൻമെൻ്റ് ഒന്നും അല്ല. എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊജക്റ്റ് ഈ ഒരു ടൈമിലാണ് അവൻ്റെ റോഡ് മാപ്പിൽ പറഞ്ഞിട്ടുള്ളത്. അവൻ്റെ റോഡ് മാപ്പിൽ അവർ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും അവർ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. അത് കാരണം ഈ DGE എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ്, ടോക്കൺ ജനറേഷൻ ഇവൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് എന്തായാലും ക്വാർട്ടർലി 1 ജാനിലാണ് നടക്കാൻ പോകാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സൈറ്റ് ആയിട്ട് ഇന്നൊരു മാസത്തിലാണ് ഇത് നടക്കുക എന്നുള്ളൊരു കാര്യം കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, അവർ അറിയിച്ചിട്ടുണ്ട്. നമുക്ക് ആൾമോസ്റ്റ് അറിയാം ക്വാർട്ടർലി 1 എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിൻ്റെ ലാസ്റ്റ് ആണല്ലോ നടക്കുക. അപ്പോൾ അത് തന്നെയാണ് അപ്ഡേറ്റ്. നമുക്ക് നേരെ എന്ത് ചെയ്യാം, അപ്ഡേറ്റ് വായിക്കാം. അതിനിടയിൽ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം. അതിൻ്റെ ഈ റീസെൻ്റ്ലി ഒരു AMA ആസ്ക് മീ എനിത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടുതൽ ആൾക്കാർ എന്താണ് ചോദിക്കുക, എപ്പോഴാണ് നിങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് തന്നെയാണ് ഏറ്റവും കൂടുതൽ മെയിനായിട്ട് ചോദിക്കുക. അപ്പോൾ അത് കേട്ടിട്ടായിരിക്കും അവർ ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് പുറത്തുവിട്ടത്. TGE ഈസ് കമ്മിങ് ക്വാർട്ടർലി 1 ഓഫ് 2025. നമ്മുടെ ക്വാർട്ടർലി 1 ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജനുവരി ഫെബ്രുവരി മാർച്ച്, ഇതാണ് ഈ ഒരു 3 മാസമാണ് ക്വാർട്ടർലി 1 ഓഫ് 2025 എന്ന് പറയുന്നത്. വി ആർ ഗിയറിംഗ് അപ്പ് ടു ദ ലോഞ്ച് സെക്കൻഡ് ഓൺ ചെയിൻ ബൈ മാർച്ച് 2025. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്, ഓൺ ചെയിൻ ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നത്. അതിന് മുമ്പ് ഇത് ലിസ്റ്റ് ആവുക എപ്പോഴാണെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ മാർച്ചിലാണ് ഇത് ലിസ്റ്റ് ആവുക. ഇനി നമുക്ക് എത്ര മാസമുണ്ട്, ഇനി വേറെ 2 മാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റേക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോഴും സ്റ്റേക്ക് ചെയ്യാനുള്ള ഓപ്ഷനും അവരവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് അവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്, റിഡ്യൂസിങ് ടോക്കൺ സപ്ലൈ. അപ്പോൾ അതാണ് സംഭവം. അത് മെയിനായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ചവറ പോലെ കുറേ സെക്കൻഡ്സ് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് എന്താണ്, നിങ്ങൾക്ക് കിട്ടുന്നതൊക്കെ ടോക്കൺസ് ആണ്, അല്ലാതെ അതൊന്നും പോയിന്റ്സ് അല്ല. എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ അത് P2P ഇല്ലെങ്കിൽ പിയർ ടു പിയർ ആയിട്ട് നമുക്ക് ആൾക്കാർക്ക് അയച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ അവർ കൊണ്ടുവന്നു. അപ്പോൾ റെഫറൽ ബോണസ് അഡ്ജസ്റ്റ് ടു 10% ടു ഡയറക്റ്റ് റെഫറൽ ഓൺലി ടു ലിമിറ്റ് ടോട്ടൽ സപ്ലൈ. അപ്പോൾ 10% മാത്രമാണ് ഇനി റെഫറലിനെ കയറ്റിയെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ടോക്കൺ ഫ്രം യൂസേഴ്സ് വയലേറ്റിംഗ് ടേംസ് ആൻഡ് സർവീസ് ആർ ബേൺഡ്. 3 ദിവസം നിങ്ങൾ ആക്റ്റീവ് അല്ല, നിങ്ങൾ വെറുതെ വേറെ കണ്ണിക്കണ്ട ഉടായ്പൊക്കെ കാണിച്ചിട്ട് ബോട്ടൊക്കെ കയറ്റിയെന്ന് പറഞ്ഞാൽ അപ്പോഴും ആ സാധനം ബേൺ ചെയ്തു, ആൾറെഡി ബേൺ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ഇനി പർട്ടിക്കുലറായിട്ട് ബേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് അവരെന്ത് ചെയ്യും, കൂടുതലായിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. മോർ ബേണിംഗ് ഇനാക്റ്റീവ് ഓൺ ദ വേ ഓൺ. അപ്പോൾ അതാണ് പറഞ്ഞിട്ടുള്ളത്, കൂടുതലായിട്ട് ബേൺ ചെയ്ത് പോകും. ഏതൊരു ക്രിപ്റ്റോയിലും ഈ ബേണിംഗ് പ്രോസസ്സ് എന്തിനാണ് നടത്തുന്നത്, അവരുടെ ടോക്കണിൻ്റെ വാല്യൂ കൂട്ടാനും പൊട്ടൻഷ്യൽ കൂട്ടാനും വേണ്ടിയിട്ടാണ് ഈ ബോണസ്. ഒരുപാട് സാധനങ്ങളുണ്ട്, ഒരുപാടുണ്ടെങ്കിൽ അതിന് വാല്യൂ ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു, നമ്മൾ ബേൺ ചെയ്ത് കളഞ്ഞു, ഇല്ലെങ്കിൽ ഇല്ലാണ്ടാക്കി. അപ്പോൾ അതിന് ഇത്തിരി വാല്യൂ കൂടും. ഈ ഹാവിങ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് പോലെ തന്നെയാണ്. 4 വർഷം കൂടുമ്പോൾ ബിറ്റ് കോയിൻ ഹാവിങ് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ കുറച്ച് ഹാവിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. എന്തിനാന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ കൂടാനോ ആൾക്കാർ ഡിമാൻഡ് കൂടും, മാർക്കറ്റിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ അതിന് നല്ല വാല്യൂ കൂടും എന്നുള്ളൊരു ഓപ്ഷനാണ്. ഇനിയിപ്പോൾ അടുത്ത 4 വർഷം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ഏതൊരു ക്രിപ്റ്റോ, അപ്പോൾ അത് ലിസ്റ്റ് ആയിക്കോട്ടെ ഇല്ലെങ്കിൽ അൺലിസ്റ്റഡ് ആയിക്കോട്ടെ, അവർ ബേണിംഗ് പ്രോസസ്സ് എന്തായാലും ചെയ്യും. ഇനി തുടർച്ചയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ടൈം ഫാമിൽ നിങ്ങൾ ആക്റ്റീവായിട്ട് ഉണ്ടാവണം. ഇനി വെറും നമുക്ക് 2 മാസം മാത്രമാണ് ടൈം ഫാമിൻ്റെ സമയമുള്ളൂ. ഇനി നമുക്ക് എന്താണ് അവർ പറഞ്ഞിട്ടുള്ളത്, അപ്ഡേറ്റിംഗ് ദ ഫാമിംഗ് മോഡൽ എയിമിംഗ് ടു പ്രോഫിറ്റബിൾ ആൻഡ് ഫൺ എക്സ്പീരിയൻസ് മോസ്റ്റ് TGE എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മേ ബി പുതിയ ടാസ്കുകൾ കൊണ്ടുവരാം,
പുതിയ എന്തെങ്കിലും ഒരു എഫേർട്ടിൽ എടുത്തിട്ട് അവരെന്ത് ചെയ്യും, പുതിയൊരു ആക്ടിവിറ്റീസ് അവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. റിഡ്യൂസിങ് ടോക്കൺ അലോക്കേഷൻ ഫോർ പാസീവ് ഫാമിംഗ് വൈൽ ബൂസ്റ്റിംഗ് ടാസ്ക് റിവാർഡ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് കിട്ടാൻ പോകുന്ന ടോക്കൺസ് ഒക്കെ ഇനി വളരെയധികം കുറവായിരിക്കും നിങ്ങൾ മനസ്സിലാക്കുക. ന്യൂ വേസ് ടു ഏൺ, അപ്പോൾ പുതിയ നമുക്ക് എങ്ങനെ ഏൺ ചെയ്യാം എന്നുള്ളൊരു കാര്യം വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മോർ ടാസ്ക് ലൈക്ക് പ്ലേയിങ് ഗെയിംസ്, വാച്ചിങ് വീഡിയോസ്, ഫോളോവിങ് സോഷ്യൽ പ്രൊജക്ട് ടു ഏൺ സെക്കൻഡ്. അപ്പോൾ അവരെന്താണ് ഇത്രയും കാലം റഫറിലൊക്കെ വെച്ച് കയറ്റിയ ആൾക്കാർക്ക് റഫറിൽ വരികയാണ് കുറേ പോയിന്റ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ തരുന്ന ടാസ്കുകൾ വെച്ചിട്ടാണ് നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ coming soon in app stats page will live update, create friendly QOL ഫീച്ചേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് നോക്കിയാൽ എന്താണെന്ന് അറിയില്ല, നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ താഴെ വന്നിട്ട് പറയും. അപ്പോൾ അങ്ങനെ വന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും ഇത് ലിസ്റ്റ് ആവാനും നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റുകൾ ഇതിൽ കാണാനും പറ്റുന്നുള്ളൊരു ഓപ്ഷൻ അവർ ടൈം ഫാമിൽ പറഞ്ഞിട്ടുണ്ട്. ടൈം ഫാം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ക്രോണോടെക് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. ആൾറെഡി ക്രോണോടെക് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ചെയിൻ സോഫ്റ്റ്വെയർ നെറ്റ്വർക്കൊക്കെ ബിൽഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പം നേരത്തെ തന്നെ ഇവർ 2016 തൊട്ടേ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് ആൾറെഡി ക്രോണോടെക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോയിൻ ഉണ്ട്. ക്രോണോടെക് എന്ന് പറഞ്ഞിട്ടുള്ള കോയിന് തന്നെ $15-20 അതിൻ്റെ ഒരു കോയിൻ്റെ വാല്യൂ. അതിൻ്റെ അത്രത്തോളം സപ്ലൈ ആണ്, അത്രത്തോളം ഇതേ ഉള്ളൂ. പക്ഷേ ഇത് എത്രത്തോളം സപ്ലൈ ഉണ്ടെങ്കിലും ഇത്രത്തോളം ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു പിയർ ടു പിയർ എന്ന് പറഞ്ഞതിനേക്കാളും ഇപ്പോൾ അവർ ആൾറെഡി വിറ്റതിനേക്കാളും എന്തായാലും ഒരു എബോയിലായിരിക്കും നമ്മുടെ ഈ ഒരു സെക്കൻഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ ലിസ്റ്റ് ആവാൻ പോകുന്നത്. എനിക്ക് 100% ഉറപ്പുണ്ട്. ഞാൻ അന്നും ആയിക്കോട്ടെ ഇന്നും ആയിക്കോട്ടെ എൻ്റെ ചാനൽ തുടങ്ങുമ്പോഴും ആയിക്കോട്ടെ ഞാൻ ഒരിക്കലും ടൈം ഫാമിനെ കുറ്റം പറഞ്ഞിട്ടില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഇനി ഇത് P2P മാർക്കറ്റിൽ വാല്യൂ കൂടാനുള്ള ഒരു ഐഡിയ എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രീ മാർക്കറ്റ് കൊണ്ടുവരിക എന്നാണ്. ഇതിൻ്റെ പ്രീ മാർക്കറ്റ് കൊണ്ടുവന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് ഇത് മേടിക്കാൻ ഡിമാൻഡ് കൂടും. നിങ്ങളുടെ കയ്യിൽ ടോക്കൺസ് ഉണ്ടെങ്കിൽ അതിൻ്റെ വർത്ത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യുക. പെട്ടെന്ന് തന്നെ ആൾക്കാർക്ക് വിറ്റ് കൊടുക്കരുത് എന്നാണ് ഞാൻ പറയാം. പക്ഷേ നല്ല പ്രൈസ് കിട്ടാൻ നിങ്ങൾ വിറ്റോ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നമുക്ക് നല്ല എന്തായാലും മനുഷ്യൻ്റെ സിറ്റുവേഷൻസ് ഒക്കെ വരുമല്ലോ. അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് എന്തായാലും ചെയ്യാം. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിലൊന്നും കൂടി കയറിയിട്ട് പെട്ടെന്ന് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പോലെ ഒന്ന് കറങ്ങി നോക്കിയിട്ട് വരാം. അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. അപ്പോൾ എൻ്റെ കുറച്ച് ബേൺ ആയിട്ട് പോയിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ എന്തായിട്ടില്ല, ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നില്ല ഡിസംബർ 24 വരെ. ഞാൻ വീഡിയോ ഇടാനും കുറച്ച് വൈകിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് തന്നെയാണ് കാരണം. എന്താണ് പറഞ്ഞാൽ പേഴ്സണൽ ഇഷ്യൂസൊക്കെ ആയിരുന്നു, അത് കാരണം. അപ്പോൾ എന്താണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി ഒരിക്കലും മിസ് ചെയ്യരുത്. എൻ്റെ ഇപ്പോൾ ഇവിടെ ടോക്കൺസ് ഉള്ള ഈ അക്കൗണ്ടിൽ ടോക്കൺസ് ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ 1 ബില്യൺ ടോക്കൺസ് ആണ്, നമ്മുടെ 1.1 ബില്യൺ ടോക്കൺസ് ആണ് എൻ്റെ ടൈം ഫാം അക്കൗണ്ടിൽ എനിക്കുള്ളത്. നിങ്ങൾക്ക് എത്രത്തോളം ടോക്കൺസ് ആണ് ഉള്ളതെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ വന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇതിൽ നേരെ ഇവിടെ ഈ ഒരു ടാസ്കിലാണ് അവർ കൂടുതൽ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് പറഞ്ഞിട്ടുള്ളത്. നമുക്കിവിടെ നമ്മുടെ ടാസ്ക് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിട്ട് ഞങ്ങളുടെ ടാസ്ക് ഉണ്ടാക്കിയിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഇത്രത്തോളം പോയിന്റ്സ് കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു വാല്യൂ നല്ലതായത് കാരണം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അത് അത്രത്തോളം ഒരു രീതിയിൽ എടുക്കുന്നില്ല. നിങ്ങളും അത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത ഫ്രണ്ട് സെഷനിൽ ഇതാണ് അവർ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു 10% ഇപ്പം തന്നെ ഈച്ച് പെർസെൻറ്റേജ് 10 ആയിട്ട് മാറ്റി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നേരത്തേക്ക് 20% സംതിങ് ഒക്കെ ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നോക്കി ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ഇനി ഫ്രണ്ട്സ് റെഫറലിൽ നിന്ന് കിട്ടാനുള്ള വഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ടാസ്കുകൾ മോസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഇതേപോലെ തന്നെ ഇവിടെ വാലറ്റ് സെഷൻ ഉണ്ട്. ഈ വാലറ്റ് സെഷൻ നിങ്ങൾ ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാതിരിക്കരുത്. ഇത് എന്തായാലും കണക്ട് ചെയ്ത് വെക്കുക. പിന്നെ കുറേ പേരുടെ ഡൗട്ടാണ് ഇത് അപ്ഗ്രേഡ് ചെയ്ത് വെക്കണോ എന്ന് ചോദിച്ചാൽ. പൈസ ഉള്ളവരാണെങ്കിൽ അപ്ഗ്രേഡ് ചെയ്താൽ മതി. പൈസ ഇല്ലാത്ത പോലെ നമ്മളെപ്പോലെ ആൾക്കാരാണെങ്കിൽ ഏർലി യൂസർ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇപ്പോൾ ടോപ്പ് ലെവൽ എത്തിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തായാലും അപ്ഗ്രേഡ് ചെയ്ത് വരണം. എത്രത്തോളം ആൾക്കാർ ഇതെല്ലാവരും ടോപ്പ് ലെവൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏറ്റവും താഴേക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വളരെയധികം കുറവല്ലേ. അപ്പോൾ എന്തായാലും അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യുക. എന്ത് പോയിന്റ്സ് കൂടുതൽ നിങ്ങൾ കീപ്പ് ചെയ്യുകയാണെങ്കിലും അത് നല്ല തന്നെയാണ്. നമ്മുടെ കയ്യിൽ എത്ര ടോക്കൺസ് ആണോ ഇവിടെ ഉള്ളത് അത് ഡയറക്റ്റ്ലി ടോക്കൺ ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുക ടൈം ഫാമിൽ നിങ്ങൾ മനസ്സിലാക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു ടോക്കണിൻ്റെ പ്രൈസ് എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ടോക്കൺസ് ഉണ്ട് അത് വെച്ചിട്ട് അത് ഇൻറ്റു ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടുമെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പം ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നത് പിയർ ടു പിയർ മാർക്കറ്റിൽ അവർ പറഞ്ഞിട്ടുള്ള 2 ബില്യൺ ടോക്കൺസ് $160 വിറ്റു എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് മനസ്സിലാക്കാം ഈ $160 $2 മില്യൺ ടോക്കൺസ് വിറ്റു എന്ന് പറഞ്ഞാൽ ഒരു ടോക്കണ് എത്രത്തോളം ഡോളറാണ് നമുക്ക്
കിട്ടുക എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എൻ്റെ എത്രത്തോളം ഈ ടോക്കൺസിന് അതേ ഇൻറ്റു ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്ക് എത്രത്തോളം പ്രോഫിറ്റാണ് കിട്ടുക എന്ന് എനിക്കറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്താണ് താഴെ കമൻറ്റിൽ വന്ന് പറയേണ്ടത്? നിങ്ങൾക്ക് എത്രത്തോളം സെക്കൻഡ് ടോക്കൺസ് ആണ് നിങ്ങളുടെ അക്കൗണ്ടിലുള്ളത് അത് താഴെ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം പ്രോഫിറ്റാണ് കിട്ടുക എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ പറയുന്നതിനേക്കാളും എന്തായാലും കൂടുതലായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകാമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ആ ഒരു കണക്കിലേക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഞാൻ ഇപ്പോൾ കുറച്ച് നേരം മുമ്പ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വല്ല റിയാക്ഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതും കൂടി വായിക്കാം. അപ്പോൾ ഞാനൊരു ടെലിഗ്രാം പേജിൽ എടുത്തിട്ട് നേരെ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർ വിറ്റ ആ ഒരു പിയർ ടു മാർക്കറ്റിൽ വിറ്റിട്ടുള്ള ആ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 2 ബില്യൺ ടോക്കൺസ് അവർ വിറ്റിട്ടുള്ളത് $160. അപ്പോൾ $160 ഡിവൈഡഡ് ബൈ 2 ബില്യൺ നോക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഡോളറാണ് ഒരു സെക്കൻഡിൽ കിട്ടുക എന്ന് അറിയാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട്. 0.0000 ഒരു എത്ര പൂജ്യമാണ്, 1 2 3 4 5 6 7 പൂജ്യം കഴിഞ്ഞിട്ട് $8 ഒരു സെക്കൻഡ് ടോക്കൺ അവർ എന്ത് ചെയ്തിട്ടുള്ളത് മാർക്കറ്റിൽ ഇല്ലെങ്കിൽ പിയർ ടു പിയറിൽ വിറ്റിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, 0.70 കഴിഞ്ഞിട്ട് $8 ആയിരിക്കും നമ്മുടെ ഒരു സെക്കൻഡ് ടോക്കൺസിന് നമ്മുടെ മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നത്. മേ ബി ഇതിനേക്കാളും കൂടാനാണ് ചാൻസുകൾ ഉണ്ടാവുക. കൂടാൻ ചാൻസ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ വലിയ വാല്യൂ ആണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത്രത്തോളം ടോക്കൺ സപ്ലൈ ആണ് അവർ നമ്മൾ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്, എനിക്ക് എത്രത്തോളം ടൈം ഫാം ടോക്കൺസ് ഉണ്ടോ ആ ടോക്കൺസ് ഇൻറ്റു ഈ ഒരു വാല്യൂ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇൻറ്റു ചെയ്യാണ്. അപ്പോൾ എനിക്ക് എത്ര പ്രോഫിറ്റ് കിട്ടുന്നത് എനിക്കറിയാൻ പറ്റും. എനിക്കിവിടെ 1 ബില്യൺ ഉണ്ട്. 1 ബില്യൺ എത്ര പൂജ്യം ഉണ്ട് നോക്കാം. 1 2 3 4 5 6 7 8 9 ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, 1 ബില്യൺ തന്നെയാണ് കണക്കാക്കുന്നത്. ഞാൻ നേരെ കാൽക്കുലേറ്റർ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കാൽക്കുലേറ്റർ എടുത്ത് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ കാൽക്കുലേഷൻ ഉണ്ട്. നമ്മുടെ കാൽക്കുലേറ്റർ ഇത് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് പറ്റും, തെറ്റാണ് കാണിക്കുക. അതുകൊണ്ട് ഞാൻ നേരെ ഇവിടെ ChatGPT യൂസ് ചെയ്യുന്നുണ്ട്. ChatGPT യൂസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൻ്റെ കറക്റ്റായിട്ട് വാല്യൂ ഉള്ളൂ. ഞാൻ ആൾറെഡി കാൽക്കുലേറ്റർ എടുത്തിട്ട് അതിൽ പെട്ടെന്ന് തെറ്റായി കണ്ടപ്പോൾ ഞാൻ ഞെട്ടി കാരണം വീഡിയോ കട്ട് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമുക്ക് നേരെ ഇതിൽ എത്രത്തോളം ടോക്കൺസ് ആണ് ഇല്ലെങ്കിൽ എത്രത്തോളം പ്രോഫിറ്റ് ആണ് എനിക്ക് കിട്ടുക എന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ പറയുന്നത് 1 ബില്യൺ ആണ് ഞാനിവിടെ എന്ത് ചെയ്യുന്നത്, ടോക്കൺ എടുക്കുന്നത്. 1 ബില്യൺ 9 പൂജ്യമാണ് നമുക്കറിയാം. അപ്പോൾ 1 2 3 4 5 1 4 6 8 9. അപ്പോൾ 9 ഇത്രത്തോളം ടോക്കൺസ് എൻ്റെ ഉണ്ട്. അതേ ഇൻറ്റു ഈ ടോക്കൻ്റെ വാല്യൂ എത്രയാണ്, 0.70 കഴിഞ്ഞിട്ട് 8 ഞാൻ പറഞ്ഞത്. 1 2 3 4 5 6 7 പൂജ്യം കണ്ട് $8 ഇതിന് എത്രയാണെന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ChatGPTയോട് ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കിത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി എൻ്റെ താഴെ വേണ്ടത് കമൻറ്റിൽ എത്രത്തോളം ടോക്കൺസ് ആണ് നിങ്ങളുടെ ഉള്ളതെന്ന് പറഞ്ഞാൽ മതി. ഞാൻ എന്തായാലും നിങ്ങൾക്ക് അതിൽ വെച്ചിട്ട് എത്രയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്ന ഈ ഡോളേഴ്സിൻ്റെ എത്രയാണെന്ന് പറഞ്ഞാൽ $80 ആയിരിക്കും അവർ എനിക്ക് തരാൻ പോകുന്നതിൻ്റെ വാല്യൂ എന്ന് ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്കിതിൽ എത്രത്തോളം ടോക്കൺസ് ആണോ ഉള്ളത് ആ ടോക്കൺസ് നിങ്ങൾ താഴെ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ മസ്റ്റായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം പൈസയാണ് കിട്ടുക എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇന്നലത്തെ സീഡിലൊക്കെ ഞാൻ പറഞ്ഞു തന്നില്ലേ, ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. മാക്സിമം റിപ്ലൈ കൊടുക്കാൻ പറ്റുന്ന എല്ലാ ആൾക്കാർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാം, മസ്റ്റായിട്ട് ഇതിൽ താഴെ കമൻറ്റിൽ വന്നിട്ട് മെൻഷൻ ചെയ്യാം. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് നമ്മുടെ ഫ്രീ ആയിട്ട് ടോൺ തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടോണിൻ്റെ കാര്യമാണ്. അപ്പോൾ ഈ ഫ്രീ ആയിട്ട് എങ്ങനെയാണ് ടോൺ കിട്ടുക, ഒരു ബോട്ട് തന്നെയാണ്. ഈ ബോട്ടിൽ നമ്മൾ ഒരാൾക്കാരെ ഫോളോ ചെയ്യാനോ ആക്കാനോ അല്ല, ഇതൊരു എയർ ഡ്രോപ്പ് പോലെയുള്ള ബോട്ടാണ്. അവർ ആക്റ്റീവായിട്ടുള്ള ഇല്ലെങ്കിൽ ബോട്ട് ഇല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റാണ്, കിറ്റിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് റെഫർ ചെയ്ത ടോൺ തരുന്നത്. നിങ്ങൾക്ക് മാക്സിമം റെഫർ ചെയ്ത് ടോൺ ഉണ്ടാക്കാം. പെർ റെഫറിൽ അവർ തരുന്ന സാധാരണ ഒരു യൂസറിന് $0.04 ആണ് നമുക്ക് തരിക. അപ്പോൾ അത് 3 എണ്ണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ തന്നെ $0.1 ആയിട്ട് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ നിങ്ങളൊരു പ്രീമിയം മെമ്പർഷിപ്പിനെയാണ് ഇതിൽ ഇൻവൈറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് $0.25 ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നത് ഇതിൽ കിട്ടുക. $25 എന്ന് പറഞ്ഞാൽ ഈ പൈസയായി. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഒരിക്കലും കയറാതിരിക്കരുത്. ഞാൻ ആൾറെഡി എൻ്റെ കയറിയ എമൗണ്ടും അങ്ങനെയൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആൾറെഡി ഞാനിത് ഒരിക്കൽ വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഞാനിതിനൊരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഇത് കണ്ടില്ല. അതപ്പോൾ എന്തായാലും നിങ്ങൾക്കൊന്ന് അറിയിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ വല്ല ബോട്ടൊക്കെ ഉപയോഗിച്ചിട്ട് റെഫർ ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാം, നല്ല രീതിക്ക് നല്ല യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും നല്ല പ്രോഫിറ്റ് കിട്ടാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണ്. ഇതിലിപ്പോൾ ഇവൻ്റെ ടോക്കൺസ് വന്നു പറഞ്ഞാലും നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ കയറി അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. അതേപോലെ തന്നെ റെഫറി കയറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഡോളർ വിഡ്രോ ചെയ്യാനുള്ള ഒരു കാര്യമുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക, നിങ്ങളിപ്പോൾ അവിടെ ടോൺ വിഡ്രോ ചെയ്തെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അത് അക്കൗണ്ടിലേക്ക് കിട്ടുന്നത് വേറെ ഏത് പ്രൊജക്റ്റിലും ഞാൻ കണ്ടിട്ടില്ല. അത്രത്തോളം ഇമ്പോർട്ടൻറ്റും അത്രത്തോളം നല്ല ഈസി ടു യൂസ് ആയത് കാരണമാണ് നിങ്ങൾക്ക് എല്ലാവരിലേക്കും എത്തിക്കുന്നത്. ഞാൻ ഇങ്ങനെയുള്ള കുറേ ഫ്രീ ആയിട്ട് കിട്ടുന്നതൊക്കെ മുമ്പാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വിഡ്രോയിൽ കിട്ടുന്നുണ്ടല്ലോ
സഡൻ ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നത് കാണിച്ചു തരുന്നത്. ഞാനിപ്പോൾ സ്റ്റേജ് 1 ആണ്. ഇതിൽ നിങ്ങൾക്ക് ലെവലപ്പ് കൂട്ടാം. ഈ ഒരു ടോക്കൺസും നമുക്കിവിടെ ഇവർ ലിസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടും എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഇൻവൈറ്റ് എടുക്കുകയാണ്. ഇൻവൈറ്റിൽ എടുത്തെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ടോട്ടലി 225 ഫ്രണ്ട്സാണ് എൻ്റെ കയറിയിട്ടുള്ളത്. ആൾറെഡി ഞാൻ ഒരിക്കൽ വിഡ്രോ അടിച്ചതാണ്. അപ്പോൾ തന്നെ 200ഓളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ വെറുതെ വന്ന് ടെലിഗ്രാമിൽ ഇട്ടപ്പോൾ വീണ്ടും 25 പേര് കയറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ 0.004 ആണ്. അതേപോലെ തന്നെ ഇത് അപ് ടു $1.5 വരെ നിങ്ങൾക്ക് കയറും. ചിലവിൻ്റെ ഇന്ന് $0.25 നമുക്കിവിടെ കയറിയിട്ടുണ്ടാവും. നേരത്തെയൊക്കെ നല്ല രീതിയിൽ ബാക്ക് എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ 0.02 കയറിയിട്ടുണ്ടാവും. 0.15 എന്ന് പറഞ്ഞിട്ടുള്ള ഡോളേഴ്സ് കയറിയിട്ടുണ്ടാവും. അങ്ങനെ പലതായിട്ടാണ് കയറുക. നിങ്ങൾക്ക് ലെക്ക് വൈസ് ആണ് കയറുക. അല്ലാതെ പ്രീമിയം എന്തായാലും കയറ്റിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് $0.25 കിട്ടും. ഒരു 5 പ്രീമിയം മെമ്പർ നിങ്ങൾക്ക് അറിവിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ കയറ്റിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും $3 $240 നമുക്ക് ചടപടയെന്ന് കിട്ടുന്ന ഒരു ഓപ്ഷനാണ് നമുക്ക് ഈ ഒരു ഗെയിം ഉള്ളത്. നിങ്ങൾ മസ്റ്റായിട്ട് ഇതിൽ കയറുക. ഇതിൽ ഒരു കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. നിങ്ങളുടെ വേണമെങ്കിൽ ഒരു ട്വിറ്റർ അക്കൗണ്ട് അതിൽ ലിങ്ക് ചെയ്യാൻ പറയുമായിരിക്കും. സോഷ്യൽ മീഡിയാസ് ഒന്നും ഞാൻ ലിങ്ക് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഞാൻ അതിൽ കയറിയിട്ട് പൈസ കിട്ടുന്നത് കണ്ടപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത് നിങ്ങൾക്ക് അറിയിച്ച്. നിങ്ങൾക്ക് എന്തായാലും വേറെ കണ്ണിക്കണ്ട 1 പൈസയും 2 പൈസയും കിട്ടുന്ന ബോട്ടിനേക്കാളും ഇതിൽ റെഫറിൽ കയറ്റുക. ഇതിൽ നമുക്ക് എന്തായാലും ബെനിഫിറ്റ് ഉണ്ട്, ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ഉണ്ടാവും. അങ്ങനെയുള്ളൊരു പ്രൊജക്റ്റിൽ നമുക്ക് റെഫറിൽ കയറ്റി അവർ തന്നെ പൈസയും തരികയാണെന്നുണ്ടെങ്കിൽ ഇത് ജെന്യുവൻ ആയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊജക്റ്റ് എന്തായാലും നല്ലതല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അപ്പോൾ എന്തായാലും കയറുക. നിങ്ങൾക്ക് ഒരുപാട് റെഫറൽ ഉണ്ടാക്കാൻ പറഞ്ഞു പറഞ്ഞാൽ ഒരുപാട് റെഫറൽ നിങ്ങൾ ഉണ്ടാക്കുക. ഞാൻ ഇതിൻ്റെ ലിങ്ക് എന്ത് ചെയ്യാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നിറയെ പൈസ കിട്ടാനുള്ള രീതിയിൽ എല്ലാം നടക്കട്ടെ. ഇനി നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ലൂട്ട്സിനെ പറ്റി ഞാൻ പറയുകയാണ്. കയറാത്ത ആൾക്കാരാണെങ്കിൽ എന്തായാലും കയറിക്കോ. ഇത് കഴിഞ്ഞു. ആദ്യം 10-15 ലൂട്ട്സ് ഇട്ട ഞാൻ ഇപ്പോൾ വെറും 4 ലൂട്ട്സ് കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 4 ലൂട്ട്സും കയറിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പൈസ പിന്നെ കിട്ടില്ല. നിങ്ങൾ അത് മനസ്സിലാക്കുക. പുതിയ വല്ല ആപ്പ് ഇനി വരുമ്പോഴാണ് നമുക്ക് ഇനി പുതിയ വല്ല ക്യാമ്പയിനൊക്കെ തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ 125ൻ്റെ ഈ ഒരു ക്യാമ്പയിനിൽ നിങ്ങൾ കയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നും ചെയ്യാനില്ല. അവിടെ പാനും കൊടുത്ത് നിങ്ങളുടെ എലിജിബിലിറ്റി ബജാജിൽ നോക്കിയെന്ന് പറഞ്ഞിട്ട് അവിടെ പൈസയോ കാർഡ് അപ്ലൈ ചെയ്യോ ഒരു കാര്യങ്ങളും ചെയ്യേണ്ട. അവിടെ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മാത്രം മതി. വെയിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് $125 നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കയറും. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ പേയ്മെൻറ്റ് ലാസ്റ്റ് ഞാൻ കാണിക്കുകയും ചെയ്യാം. അപ്പം നമുക്കിവിടെ വേറെയും ലൂട്ട്സ് ഉണ്ട്. $175 ലൂട്ട്സ് ഉണ്ട്. അതേപോലെ തന്നെ $100 എയർടെൽ പേയ്മെൻറ്റ് ലൂസ് ഉണ്ട്. ഈ എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക് നിങ്ങൾ എയർടെൽ സിം തന്നെ വേണമെന്നില്ല. നിങ്ങളിപ്പോൾ ജിയോ ആണോ VI ആണോ അങ്ങനെയുള്ള സിമ്മുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവരവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ $100 അപ്സ്റ്റോക്സ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിലും ഇത് ചെയ്യുക. ഇതിലൊക്കെ കയറിയിട്ട് ഇതിൽ അക്കൗണ്ട് എടുക്കുമ്പോൾ നിങ്ങൾ പാനൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ ചോദിച്ചാൽ നിങ്ങൾ ഏതൊരു വെബ്സൈറ്റിലും അങ്ങനെയല്ല നിങ്ങൾ എന്ത് ചെയ്യുന്നത് പാൻ കൊടുക്കുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ UPI മാത്രം ഇവിടെ കൊടുത്തിട്ട് അതെന്തിനാണ് കൊടുക്കുന്നത്, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ റെഫറൽ എമൗണ്ട് കയറാൻ വേണ്ടി മാത്രം. അത് കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് എവിടേക്കാണ് പോവുക, റീഡയറക്റ്റ് ചെയ്തിട്ട് പ്ലേ സ്റ്റോറിലേക്കാണ് പോവുക. പ്ലേ സ്റ്റോറിൽ നിന്നാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആപ്പുകളിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കിയോ. അപ്പോൾ അത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഏഞ്ചൽ വണ്ണ് പറ്റിയിട്ട് ഇനി മനസ്സിലാവാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്യൂബിൽ വല്ല ഏഞ്ചൽ വണ്ട് എന്താണ് ഏഞ്ചൽ വണ്ണ്, എന്തുകൊണ്ടാണ് അപ്സ്റ്റോക്സും ട്രേഡിംഗ് ഒക്കെ അറിഞ്ഞ് ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ സിപ്പൊക്കെ കൂടണമെങ്കിൽ ഇങ്ങനെയുള്ള അക്കൗണ്ടൊക്കെ നിങ്ങൾക്ക് വേണം. അപ്പോൾ നിങ്ങൾ ആലോചിച്ചോ. ഇതിന് ഒരു ചാർജും പിടിക്കുന്നില്ല, വർഷത്തിലും ചാർജ് പിടിക്കുന്നില്ല, ലൈഫ് ടൈം ഫ്രീ ആണ് ഏഞ്ചൽ വണ്ണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് കയറുക. എയർടെൽ പേയ്മെൻറ്റ് എടുത്തിട്ട് അത് അവിടെ വെച്ചോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാസം ബാലൻസ് പിടിക്കുമോ? ഒരിക്കലും പിടിക്കില്ല. അതിലും കൂടി കയറിക്കോ. നല്ല രീതിയിൽ തന്നെ പൈസ ഉണ്ടാക്കിക്കോ. നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കി മാത്രമാണ് നിങ്ങൾക്ക് ഒരു ഇൻകം ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ ക്രിപ്റ്റോന്ന് മാത്രം നല്ലൊരു ഇൻകം കിട്ടുമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലാണ് ഇത്തിരി പൈസയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് കയറി എൻ്റെ രാവിലെ തന്നെ എനിക്ക് $160 കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ $80 കയറിയിട്ടുണ്ട്, $160 കയറിയിട്ടുണ്ട്, വീണ്ടും $80, $160 അങ്ങനെ കുറേ കയറുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് ഇതിൽ കയറിയിട്ട് കുറേ പേർക്ക് ആ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവർക്കും പൈസ കിട്ടട്ടെ. ഒരു 3-4 ചെയ്തെന്ന് പറഞ്ഞാൽ ഇന്നത്തേക്ക് പരിപാടിക്ക് ഒരു $500 നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു വഴിയൊക്കെ അതിലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരാളെ ഷെയർ ചെയ്തിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ KYC ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് അക്കൗണ്ട് എടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് അക്കൗണ്ടിൽ പൈസ കയറും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ സംസാരിച്ചു, ടൈം ഫാം ഈ ടോക്കൺ എത്രയാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ടോക്കൺസ് നിങ്ങൾ താഴെ വന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. നിങ്ങൾക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടുന്നത് ഞാൻ പറഞ്ഞുതരാം. അതേപോലെ തന്നെ ഫ്രീ ആയിട്ട് ടോൺ കിട്ടുന്ന ആ ബോട്ടും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. മസ്റ്റായിട്ട് കയറിക്കുക. മിസ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് മിസ്സാവുന്നത്. ഇല്ലെങ്കിൽ എനിക്കൊരു നഷ്ടമില്ല, ഞാൻ ആൾറെഡി വിഡ്രോ ചെയ്ത് കഴിഞ്ഞു. അതേപോലെ തന്നെ ഈ ലൂട്ട്സിൽ മറക്കാതെ തന്നെ എല്ലാവരും കയറാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.